ജോയ്സ് മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്. ഒരു തീരുമാനമെടുത്തുകൊണ്ട് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ഇതുപോലുള്ള പരിതസ്ഥിതികളിൽ ഒരു നിമിഷം ദൈവത്തെ കേൾക്കുവാനായി എടുക്കണം എന്നൊരു നിലയിലെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും പറയുക. ഞാൻ പറയുന്ന എല്ലാവർക്കും മനസ്സിലായോ? അതുകൊണ്ട് 3 പേർക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം ഇതിൽ തന്നെ തുടരുന്നത്. ഞാൻ പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് പറയും. ശരി. എന്തിനും പെട്ടെന്ന് ഉത്തരം പറയുന്ന സ്വഭാവം എത്ര പേർക്കുണ്ട്? നിങ്ങൾ ചിന്തിക്കാനായി സമയമെടുക്കുന്ന കൂട്ടത്തിലല്ല. അതായത് ഇങ്ങനെ നിങ്ങൾ സംസാരിച്ച് തീരുന്നതിന് മുൻപ് എനിക്ക് ഉത്തരം പറയാൻ കഴിയും. അറിയാമോ, നിങ്ങൾ 3 വാക്കുകൾ പറഞ്ഞപ്പോഴേ എന്താണ് പറയേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവസാനിപ്പിക്കാൻ കാത്തിരിക്കാനാവില്ല. എൻ്റെ സമർത്ഥമായ ഉത്തരം എനിക്ക് നൽകണ്ടേ? യോഹന്നാൻ 5:30 ഒരു മനോഹരമായ വചനമാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു വചനമായിരിക്കണം. യേശു സ്വയം പറയുന്നതാണിത്. എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല. യേശു പറഞ്ഞു അവന് സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് പോലെ അവൻ്റെ ആജ്ഞ പോലെ തന്നെ ന്യായം വിധിക്കുമെന്ന് മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നു. എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി എൻ്റെ സ്വന്തമല്ല, എന്നെ സന്തോഷിപ്പിക്കുവാനായി ഞാൻ പറയുന്നതല്ല. എൻ്റെ വിധി എന്നെ അയച്ച പിതാവിനെ സന്തോഷിപ്പിക്കാനുള്ളതാകുന്നു. വാ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ മുഴുകുന്നതിന് മുൻപ് ഇത് 25 പ്രാവശ്യമെങ്കിലും വായിക്കണം. യേശു പറഞ്ഞു, ഞാൻ സ്വയമായി ഒന്നും ചെയ്യുന്നില്ല, ഞാനൊന്നും സ്വതന്ത്രമായി ചെയ്യുന്നില്ല. ദൈവത്തിങ്കിലേക്ക് ചെല്ലാതെ ഞാനൊരു തീരുമാനമെടുക്കില്ല, ഒരു അഭിപ്രായം പറയില്ല, ആരെയും വിധിക്കില്ല. അവന് പറയാനുള്ളത് ഞാൻ കേൾക്കും. അതിനാൽ യേശു പറയുന്നു, ഞാനൊരു പരിതസ്ഥിതിയെ വിമർശിക്കേണ്ടി വരുമ്പോൾ അത് തീർച്ചയായും കൃത്യമായിരിക്കും. കാരണം ഞാൻ സ്വയമായി എടുത്ത തീരുമാനമല്ല, ദൈവത്തെ എന്നോട് സംസാരിക്കാൻ ഇടയാക്കി. ഒരു നിമിഷം കാത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പറയാൻ നമുക്ക് സാധിക്കില്ല എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് സമാധാനമുണ്ടാവും. നമ്മൾ പറയുന്ന പല കഥകളും നാം പറയില്ല. നമ്മൾ പറയാൻ പാടില്ലാത്ത അപവാദം പറയില്ല. പറയാൻ പാടില്ലാത്ത മറ്റുള്ളവരെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ നാം പറയില്ല. നാം പറയുന്ന പല അഭിപ്രായങ്ങളും നാം പറയാൻ പാടില്ലാത്തതായിരിക്കും. എന്നാൽ അതിനു മുൻപ് ഒരൽപ്പം വേഗത കുറച്ച് ദൈവത്തിൻ്റെ താളത്തിൽ ജീവിക്കാനായി പഠിക്കാൻ ശ്രമിക്കണം. ദൈവത്തിനൊരു താളമുണ്ട്. അത് നമ്മൾ ജീവിക്കുന്ന താളമില്ലാത്ത ധൃതി പിടിച്ച ജീവിത രീതിയല്ല. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോഴേക്ക് വളരെയധികം സമ്മർദ്ദത്തിന് ഇടയാവാറുണ്ട്. നമ്മൾ ദിവസം മുഴുവനും ജനങ്ങളോട് ഒച്ച വയ്ക്കുന്നത് അതുകൊണ്ടാണ്. ശരി, ഇനി ഏതാനും സംഭവങ്ങൾ ഞാൻ ഇൻ്റർനെറ്റിൽ ഏതാനും സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു തുടങ്ങി. കാരണം എന്താണെന്നോ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇൻ്റർനെറ്റിൽ നല്ല കഥകൾ ഉണ്ടായിരിക്കും. എന്നിട്ട് ഞാൻ കരുതി ഞാൻ അങ്ങനെ ചെയ്യില്ല, കാരണം എനിക്ക് സ്വന്തമായിട്ടൊരു ജീവിതമുണ്ട്. യേശുവിന് ഉപമകൾ പറയേണ്ടി വന്നു, പക്ഷേ എനിക്കിനിയും ഒന്നുപോലും പറയേണ്ടി വന്നിട്ടില്ല. ഒരിക്കലും ഒരു കഥ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. കാരണം എൻ്റെ സ്വന്തം ജീവിതത്തിൽ നടക്കാത്ത ഒരു സംഭവം പോലും ഒരിക്കലും എനിക്ക് പ്രസംഗിക്കേണ്ടി വന്നിട്ടേ ഇല്ല. എനിക്ക് നല്ല പ്രത്യാശയുണ്ട്. കാരണം ദൈവമാണ് ഇതിൻ്റെ മനസ്സിൽ തോന്നിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങളെ പാപത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അതാണ് എൻ്റെ ലക്ഷ്യം. അത് ഉത്ഭവിക്കുന്നത് അഹങ്കാരത്തിൽ നിന്നാണ്. ദൈവത്തിന് അഹങ്കാരം ഒരിക്കലും ഇഷ്ടമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റെന്തിനേക്കാളും നമ്മൾ അവനെ മുഴുവനായി ആശ്രയിച്ച് അവനെ കൂടാതെ നമ്മൾ ഒന്നുമല്ല എന്നറിയാൻ അവൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും നാമാണ് ചെയ്തതെന്ന് ഒരിക്കലും കരുതാൻ പാടില്ല. അവൻ്റെ നന്മകൾ നമ്മിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവ നടക്കുന്നത്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച വരമാണ്. അവയൊന്നും നമുക്ക് സ്വന്തമായതല്ല, അഥവാ നാമായിട്ട് അടക്കി പിടിച്ചതുമല്ല. ചില കാര്യങ്ങളിൽ മറ്റുള്ളവരെ ന്യായം വിധിക്കാൻ അവരെക്കാൾ കൂടുതൽ സാമർഥ്യം നമുക്കുണ്ടെങ്കിലും നമ്മൾ മോശമായി വിമർശിക്കുന്നു. ഞാൻ വീട്ടിൽ വെച്ചൊരു ബൈബിൾ സ്റ്റഡി നടത്തിയിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ തുടക്കം. ഏതാനും ചെറിയ ബൈബിൾ സ്റ്റഡീസ് ഞാൻ നടത്തി. ഒരു 25 പേരെങ്കിലും ഓരോ തവണയും വന്നിരുന്നു. അവരിൽ ഒരു പെണ്ണ് പതിവായി വരാറുണ്ടായിരുന്നു. അവൾ വിവാഹിതയായിരുന്നു. ക്ലാസ്സിന് വരുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു. ഗർഭിണിയായതുകൊണ്ട് അവൾക്ക് ഏത് നേരവും അസുഖമുണ്ടാവും. എപ്പോഴും എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടാവും. അതിനാൽ അവൾ പതിവായി വരാറില്ലായിരുന്നു.
അവളുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവൾ ബൈബിൾ ക്ലാസ്സിന് വരണം എന്ന് ഞാനും എൻ്റെ ചില കൂട്ടുകാരികളും വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. അവൾ ക്ലാസ്സിന് വരാൻ ചിട്ടപ്പെടുത്താത്തത് ശരിക്കും നാണക്കേട് തന്നെയാണ്. കാരണം ക്ലാസ്സിൽ പങ്കെടുക്കാൻ അവൾ വന്നേ പറ്റൂ. അവൾ എന്തിനും എളുപ്പത്തിൽ ബാധിതയാവുന്നു. ബൈബിൾ ക്ലാസ്സിന് വരാതിരുന്നാൽ അവൾക്ക് പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും, അവളുടെ ജീവിതം വലിയ കുഴപ്പത്തിലാവും എന്നിങ്ങനെ ഞങ്ങൾ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി. പലപ്പോഴും നമ്മൾ പലതിനെക്കുറിച്ചും പറയുമ്പോൾ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതേയില്ല. നമ്മൾ വായ തുറന്ന് പറയുന്നതിൻ്റെ ധൃതിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ നാം സന്നദ്ധരാവുന്നില്ല. അന്ന് എനിക്ക് 3 മക്കളുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു കുട്ടി ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ ചില വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കുഞ്ഞിനെയും കൂടി വേണമെന്നൊരു തോന്നൽ ദൈവം എനിക്ക് തോന്നിച്ചു. ഞങ്ങളുടെ ഇളയ മകൻ അപ്പോൾ 10 വയസ്സായിരുന്നു. അതിനാൽ ദേവിന് അതിനെക്കുറിച്ച് എന്തോ ഒരു അപാകത തോന്നി. നീ എന്ത് വേണമെന്നാണ് പറഞ്ഞത്? അതിനെക്കുറിച്ച് എനിക്ക് ശക്തമായ തോന്നലുണ്ടായിരുന്നു. ഡേവ് എന്തിനും സമ്മതിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനാൽ അദ്ദേഹം അതിന് സമ്മതം നൽകി. ആ കുഞ്ഞുണ്ടായതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം അവനിന്ന് ജോയ്സ് മേയർ മിനിസ്ട്രീസിൻ്റെ സ്റ്റേറ്റ് സൈഡ് പോർഷനിലെ CEO ആണ്. ഞങ്ങളുടെ മക്കളിൽ ഒരാൾ വേൾഡ് മിഷൻസ് നടത്തുന്നു. മറ്റുള്ളവർ എല്ലാം മീഡിയ ഔട്ട്റീച്ചുകളിലും ഓഫീസിൽ നടക്കുന്ന മറ്റ് പ്രവർത്തനങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിന് മുൻപത്തേതുപോലെ ഞാൻ വീണ്ടും ഗർഭിണിയായി. എനിക്ക് നല്ല സുഖം തോന്നി. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ ഗർഭിണിയായിരിക്കുന്നു. ചില ആഴ്ചകൾ വരെ എനിക്ക് ക്ഷീണം തോന്നിയിരുന്നു. അതിനുശേഷം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തവണ ഞാൻ ഗർഭിണിയായപ്പോൾ എനിക്ക് അസുഖം തോന്നാൻ തുടങ്ങി. എനിക്ക് കട്ടിലിൽ നിന്ന് തല മുകളിലേക്ക് ഉയർത്താനേ വയ്യാതായി. ഞാൻ ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇത് 3 മാസങ്ങളോളം തുടർന്നുകൊണ്ടിരുന്നു. എനിക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത. ദേവ് പുറകിലെ മുറ്റത്ത് കുട്ടികളുടെ കൂടെ ബോൾ കളിച്ചുകൊണ്ട് രസിക്കുന്നുണ്ടായിരിക്കും. ഞാൻ വീട്ടിനകത്ത് കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എന്താണ് എൻ്റെ കുഴപ്പം, അയ്യോ ദൈവമേ. ആദ്യത്തെ 3 പ്രാവശ്യം അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഗർഭിണിയായി, സന്തോഷമായി, എല്ലാം സാധ്യമായി, ഞാൻ വിശ്വസിക്കുന്ന സ്ത്രീയാണ്, ശക്തിയുള്ളവളാണ്, പ്രസവത്തിന് എളുപ്പമുണ്ടാവും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കായി ദൈവത്തെ വിശ്വസിച്ചു. പ്രസവം എളുപ്പമായിരുന്നില്ല. കാരണം ആ പ്രസവത്തിൽ എനിക്കുണ്ടായ കുഞ്ഞിന് അവന് 10 പൗണ്ടിൽ 1 പൗണ്ട് കുറവായിരുന്നു. അന്നൊന്നും എപ്പിഡോറൽസ് ഇല്ലായിരുന്നു എന്ന കാര്യം അറിയാമല്ലോ. ഒരു സഹായങ്ങളും ഇല്ലാതെ പ്രവർത്തിക്കും. അങ്ങനെ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് എന്ത് പറ്റി. അപ്പോൾ ഞാൻ മത്തായി 7 നയിക്കപ്പെട്ടു. നമുക്ക് മത്തായി 7 എടുത്തു നോക്കാം. അതിലെന്താണ് പറയുന്നതെന്ന് നോക്കാം. ഞാൻ മത്തായി 7 എത്ര പ്രാവശ്യം വായിച്ചു എന്ന് പറയാനാവില്ല. എന്നിട്ടും എനിക്കത് മനസ്സിലായില്ല. മറ്റുള്ളവരെ വിമർശിക്കരുത്, വിധിക്കരുത്. എനിക്കിത് സംഭവിച്ചത് 31 വർഷങ്ങൾക്ക് മുൻപായിരുന്നു. നിങ്ങൾ വിമർശിക്കപ്പെടാതിരിക്കാനും വിധിക്കപ്പെടാതിരിക്കാനും മറ്റുള്ളവരെ വിധിക്കാതിരിപ്പിൻ. കാരണം നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുന്നത് പോലെയും വിമർശിക്കുന്നത് പോലെയും നിങ്ങളും വിമർശിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് പോലെ തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടുന്നതായിരിക്കും. ദൈവമേ എൻ്റെ തെറ്റെന്താണെന്ന് അറിയണം. എന്തിനാണ് എന്നെ ഈ വചനത്തിലേക്ക് നയിക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് അസുഖം തോന്നുന്നത് എന്നറിയണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ വിശ്വാസത്തോടെ ജീവിക്കുന്നു, എന്നിട്ടും എനിക്കിതെന്തു പറ്റി? ഇത് കുറേ ദിവസം തുടർന്നു. പലപ്പോഴും ചില കാര്യങ്ങൾ മനസ്സിലാവാൻ വൈകുന്നത് അത്ഭുതകരമാണല്ലേ. ദൈവം നമ്മോട് സംസാരിക്കുന്നത് നാം അറിയുന്നില്ല. നമുക്ക് ബാക്കിയുള്ള വചനവും കൂടി വായിക്കാം. ഉടനെ ആ പെണ്ണിനെക്കുറിച്ചുള്ള ചിന്ത പെട്ടെന്ന് ദൈവം എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. ഞാനും മറ്റ് സ്ത്രീകളും അവളെക്കുറിച്ച് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ദൈവം പറഞ്ഞു, ഈ വചനത്തിലെ ഒരു ഭാഗമുണ്ട്. 6-ാം വാക്യം പറയുന്നു, വിശുദ്ധമായതൊന്നും നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കരുത്, കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരാൻ അനുവദിക്കരുത്. ഞാനിത് വിശ്വസിക്കുന്നു. ഇതിനെ ചെറിയതായി അനുസരിക്കാൻ എനിക്ക് സാധിക്കൂ. പക്ഷേ നമ്മുടെ മുത്തുകൾ, അതായത് വിശുദ്ധമായ കാര്യങ്ങൾ, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചില്ലെങ്കിൽ അത് നമ്മെ തന്നെ സാത്താന് ചവിട്ടി മെതിക്കാനായി മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നത് പോലെയാണത്. അപ്പോൾ സാത്താൻ നമ്മെ പിച്ചിക്കീറും എന്നാണ് ബൈബിളിലെ വചനം പറയുന്നത്. സ്നേഹം നമ്മെ രക്ഷിക്കും. സ്നേഹമാണ് ആത്മീക പോരാട്ടത്തിന് പറ്റിയ ഏറ്റവും ഉന്നതമായ ആയുധം.
ആത്മീക പോരാട്ടത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധം ജനങ്ങളോടുള്ള സ്നേഹമാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എന്നാൽ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ ഉത്തരം അതേ എന്നായിരിക്കും. പക്ഷേ അന്നൊക്കെ സ്നേഹം എന്നത് എനിക്കൊരു തരത്തിലുള്ള തിയറിയും പ്രസംഗവും ഉപദേശവും ഐഡിയയും എന്തെങ്കിലും ഒരാശ്ലേഷവുമായിരുന്നു. ഞാനത് എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിച്ചിരുന്നില്ല. ഞങ്ങൾ ആ പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. ഇങ്ങനെ പറയാൻ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. നീ മീറ്റിങ്ങിന് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, നീ തീർച്ചയായും ബൈബിൾ ക്ലാസ്സിന് വരണം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തരായി ഓരോ ആഴ്ചയും നിന്റെ വീട് വൃത്തിയാക്കാനും വീട്ടുജോലികൾ ചെയ്യാനും സാധനങ്ങൾ വാങ്ങിത്തരാനും അങ്ങനെ പലതരത്തിൽ നിന്നെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആദ്യത്തെ 3 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ ഞാൻ കഷ്ടപ്പെടില്ലായിരുന്നു. അതായിരുന്നു എൻ്റെ ഗർഭാവസ്ഥ. അതേസമയം നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അതെ, അതൊരു അതിശയമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട്. കുത്തിട്ട സ്ഥലങ്ങൾ നമ്മൾ ചേർക്കുന്നില്ല. നമുക്കൊരാശയവുമില്ല, നമുക്കതിനെക്കുറിച്ച് അറിയില്ല. ദൈവം നമുക്കത് കാണിച്ചു തരും, എന്നാൽ അറിവില്ലാത്ത ജനങ്ങൾക്ക് അത് അറിയാനാവില്ല. അവർ ഒരേ കാര്യങ്ങൾ തന്നെ എപ്പോഴും 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 ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വയം താഴ്മയോടെ ദൈവത്തോട് ചോദിക്കണം, ഞാൻ എന്തിനെക്കുറിച്ചെങ്കിലും മനസ്താപപ്പെടാനായി കാണേണ്ടതായിട്ടുണ്ടോ ദൈവമേ? നിങ്ങൾക്ക് ഓരോ പ്രശ്നവും ഉണ്ടാവാൻ കാരണം മറ്റാരെയെങ്കിലും നിങ്ങൾ ന്യായം വിധിച്ചതാണ് എന്ന് ഞാൻ പറയില്ല. അത് വിഡ്ഢിത്തമാണ്, ഞാൻ ഒരിക്കലും അത് പറയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്കുണ്ടായ അനുഭവമാണ്. ദൈവം അത് കാണിച്ചു. അതായിരുന്നു അതിൻ്റെ അവസാനമെന്ന് ഞാൻ പറയില്ല. മറ്റുള്ളവരെ ന്യായം വിധിക്കുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് അവൻ എനിക്ക് കാണിക്കാൻ തുടങ്ങുകയായിരുന്നു. എനിക്ക് സ്വന്തമായി ഒരു വെളിപ്പാടുണ്ടാവാതെ ഈ സ്റ്റേജിൽ നിൽക്കാനോ പ്രസംഗിക്കാനോ ടി വിയിലൂടെ മറ്റുള്ളവരെ പഠിപ്പിക്കാനോ യാതൊരു യോഗ്യതയും ഉണ്ടാവില്ലെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. അപ്പോഴാണ് ദൈവവചനം ശരിക്കും അറിയുമ്പോഴാണ് അത് നമ്മുടെ വാക്കുകളിൽ അഭിഷേകം ഉണ്ടാക്കുന്നത്. നിങ്ങൾ സംസാരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയും. ഞാൻ പറയട്ടെ, ജനങ്ങളെ ന്യായം വിധിക്കുന്നത് ഏറ്റവും വലിയ ആപത്താണ്. അതിനെക്കുറിച്ച് നാം ഒരിക്കലും ലഘുവായി ചിന്തിക്കാനേ പാടില്ല. നമ്മുടെ എല്ലാ അഭിപ്രായങ്ങളെക്കുറിച്ചും ലഘുവായ മനോഭാവവും ഉണ്ടാവരുത്. ജനങ്ങളുടെ നേരെയുള്ള നമ്മുടെ മനോഭാവത്തിലും അഭിപ്രായത്തിലും സ്നേഹം പ്രദർശിപ്പിക്കാൻ സഹായിക്കണം എന്ന് ദൈവത്തോട് അപേക്ഷിക്കണം. ആമേൻ, ആമേൻ. ഞാൻ ബൈബിളിലെ ഒരു സന്ദേശം നിങ്ങൾക്ക് വായിച്ചു കാണിക്കാം. അത് നല്ല തമാശയാണെന്ന് എനിക്ക് തോന്നുന്നു. അതെൻ്റെ സന്ദേശത്തെ കൂടുതൽ ശക്തമാക്കാം. അതുകൊണ്ട് മത്തായി 7 ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് മറ്റുള്ളവരെ അവരുടെ തോൽവിയിലും തെറ്റുകളിലും വിധിക്കരുത്. കാരണം നിങ്ങൾ വിധിക്കുന്ന അതേ വിധിയാൽ നിങ്ങളും വിധിക്കപ്പെടും. വിമർശനത്തിൻ്റെ ആത്മാവ് ബൂമറാങ്ങിങ് പോലെയാണ്. നിങ്ങളുടെ അയൽക്കാരൻ്റെ മുഖത്ത് കറുത്ത പാടുള്ളത് കാണാൻ എളുപ്പമാണ്. നിങ്ങളുടെ മുഖത്ത് പകുതിയും കറുത്ത പാടുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണത് പറയാനാവുക? ഞാൻ നിങ്ങളുടെ മുഖം കഴുകി തരാം, എന്നാൽ നിങ്ങളുടെ മുഖത്ത് മുഴുവനും അഴുക്ക് കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും നമുക്കൊരു റോഡ് ഷോ മനോഭാവം ഉണ്ടാവും. നിങ്ങളുടെ ഭാഗം ജീവിക്കുന്നതിന് പകരം പരിശുദ്ധവാന്മാരായി കാണിക്കുകയാണത്. ആദ്യം സ്വന്തം മുഖത്തിലെ കരി മായ്ച്ചു കളയൂ. അപ്പോൾ അയൽക്കാരന് മുഖം തുടയ്ക്കാനുള്ള ടവൽ ധൈര്യമായി കൊടുക്കാം. ഈ വചനത്തിലുള്ള സന്ദേശം ശരിക്കും വായിച്ചു നോക്കിയാൽ ഇതൊരു ഉദാഹരണമായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പരിഭാഷയിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ കണ്ണിൽ ഒരു ടെലിഫോൺ പോൾ കുത്തിക്കയറിയിരിക്കുമ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരടെടുക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അതിനുശേഷം അതിൽ പറയുന്നു, കാരണം നിങ്ങൾക്ക് ശരിയായി കാണില്ല എന്ന്. നിങ്ങൾ സ്വയം നോക്കാതെ മറ്റുള്ളവരെ മാത്രം നോക്കുകയാണെങ്കിൽ ആരെയും ദൈവികമായി സ്നേഹത്തോടെ ശരിയായി തെറ്റ് തിരുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നിതിൽ പറയുന്നു. ഞാൻ പറയുന്നത് തെറ്റായ പെരുമാറ്റത്തെ നാം കാര്യമാക്കരുത് എന്നല്ല. ഞാൻ പറയുന്നു, മറ്റൊരാളുടെ ഹൃദയത്തെ നിങ്ങൾക്ക് ന്യായം വിധിക്കാനാവില്ലെന്നാണ്. കാരണം ദൈവത്തിന് മുൻപാകെയാണ് അവർ നിൽക്കേണ്ടതും വീഴേണ്ടതും. എന്നാൽ ഒരാളുടെ തെറ്റ് തിരുത്താൻ ഒരു വാക്ക് നൽകണം എന്ന് ദൈവം നിങ്ങളെ വിളിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ സ്വന്തം കണ്ണിൽ ഒരു ടെലിഫോൺ പോൾ കുത്തിയിരിക്കുന്നു എന്ന് ഓർത്തു നോക്കൂ. എൻ്റെ കണ്ണിൽ അങ്ങനെയൊന്നുമില്ല, പക്ഷേ വിശുദ്ധമായി സങ്കല്പിച്ച് നോക്കൂ. എൻ്റെ കണ്ണിൽ ഒരു പക്ഷേ ടെലിഫോൺ പോൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിലെ കരടെടുക്കാനായി ഞാനിതാ വരികയാണ്. എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്കെല്ലാം അറിയാം. ആ ടെലിഫോൺ പോൾ കൊണ്ട് ഞാൻ നിങ്ങളെ മുറിവേൽക്കും.
നിങ്ങൾക്ക് മുറിവ് സംഭവിക്കും. ഞാൻ കരടെടുക്കുമ്പോഴേക്കും ചോര ഒഴുകാൻ തുടങ്ങും. എന്നാൽ സ്വയം നീതിമാനായ ഒരു ക്രിസ്ത്യാനി അങ്ങനെ ചെയ്യുമ്പോൾ അതാണ് സംഭവിക്കുക എന്ന് പറയുന്നതിൽ ദുഃഖമുണ്ട്. തീർച്ചയായും. ആമേൻ. ദൈവം നമ്മോട് ക്ഷമിച്ചിരിക്കുന്നത് എന്തെന്ന് നമ്മിൽ ആരെങ്കിലും ഒരു മിനിറ്റ് ചിന്തിച്ചു നോക്കിയാൽ നാം അങ്ങനെ ഒരിക്കലും പെരുമാറുകയില്ല. ഓ എൻ്റെ ദൈവമേ. ഇനി രണ്ടാമത്തെ സംഭവം. ഒരിക്കൽ, അതായത് ഒരു പുരോഹിതന്റെ പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആരാധനയിൽ പങ്കെടുത്ത ശേഷം എനിക്ക് ചിലത് പറയാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നോക്കൂ, അയാൾ വെറുതെ വളഞ്ഞ മൂക്ക് പിടിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും ഒന്നും തെളിവായി പറഞ്ഞ് അവസാനിപ്പിക്കില്ല. അത് കുഴപ്പമാണ്. അയാൾ ഒരു കാര്യവും നേരാവണ്ണം പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇത്രയും ഞാൻ പറഞ്ഞു. എന്നിട്ട് അതിനെക്കുറിച്ച് ഞാൻ മറന്നു. നിങ്ങൾക്കറിയാമോ, നമ്മൾ ചില കാര്യങ്ങൾ പറയും, എന്നിട്ട് അതൊരു കമൻ്റ് ആണെന്ന് മറന്നു കളയും, ഒരഭിപ്രായം. അത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ പ്രസംഗിക്കാനായി ശ്രമിച്ചപ്പോഴൊക്കെ എനിക്കൊരു അഭിഷേകവും ഇല്ലെന്നൊരു തോന്നലുണ്ടായി. എനിക്ക് പ്രസംഗം എന്നത് വളരെ എളുപ്പമുള്ളൊരു വരമാണ്. അതെനിക്കൊരു വരമാണെന്ന് തന്നെ പറയാം. ഞാൻ അതിനായി എവിടെയും പഠിച്ചിട്ടില്ല. ഒരു സ്കൂളിലും അതിനുള്ള പരിശീലനവും ഞാൻ നേടിയിട്ടില്ല. എനിക്കെന്തോ പ്രസംഗിക്കാനുള്ള ഒരു വരമുണ്ട്. ഞാൻ അതിനായി ഒരിക്കലും പ്രയത്നിച്ചിട്ടില്ല. ഞാൻ ആ കാര്യത്തിൽ കഷ്ടപ്പെടാറില്ല. ഇവിടെ കയറി വന്ന് എന്തെങ്കിലും പറയുമ്പോൾ എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ വാച്ച് നോക്കി തുടങ്ങി, എപ്പോഴാണ് അവസാനിക്കുക. എനിക്കെന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ 2-3 ആഴ്ചകൾ കടന്നുപോയി. ഞാൻ അന്നൊക്കെ ഏതാനും ചെറിയ മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഇതിനേക്കാൾ ചെറിയ മീറ്റിങ്ങുകളായിരുന്നു അവ. ഞാൻ ടി വിയിൽ വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷേ നമ്മളെപ്പോഴും ദൈവം നമ്മെ അഭിവൃദ്ധിപ്പെടുത്തണം എന്നാഗ്രഹിക്കും. പക്ഷേ നമ്മൾ പുരോഗതി പ്രാപിക്കുമ്പോഴെല്ലാം നമ്മുടെ സ്വാർത്ഥത ഒരല്പം താഴേക്ക് പോകേണ്ടതാകുന്നു. വൻ കാര്യങ്ങൾ ചെയ്യാനുള്ള ദർശനം എനിക്കുണ്ടായിരുന്നു. ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കുവാനും എനിക്ക് ലോകമെങ്ങുമുള്ള ജനങ്ങളോട് വചനം അറിയിക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു. അത് ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരാഗ്രഹമാണ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന സ്ഥലത്ത് എത്തുന്നതിന് മുൻപ് ദൈവത്തിന് എന്നെ പലതും പഠിപ്പിക്കേണ്ടതായി വന്നു. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ദൈവം നിങ്ങളെ എന്തിനെക്കുറിച്ചെങ്കിലും ശരിയാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഊതിക്കളയരുത്. അവന് നിങ്ങൾക്ക് കാണിക്കാനുള്ളത് പഠിക്കുക. കാരണം നമ്മൾ അനുഭവിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അവന് നിങ്ങളോട് പറയാനുണ്ടാവും. കാരണം നമ്മൾ ചെയ്യുന്ന വിഡ്ഢിത്തങ്ങൾ ഒന്നും തന്നെ നല്ല ഫലം കായ്ക്കുകയില്ല. അത് മനസ്സിലാക്കൂ. ആരുടെയെങ്കിലും കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ട് പിന്നീട് അതിനെക്കുറിച്ച് പരാതിയും പരദൂഷണവും പറഞ്ഞിട്ട് എന്ത് കാര്യം? അതൊരല്പം പോലും നന്മയുണ്ടാക്കുകയില്ല. അത് ഒരു നുള്ള് നന്മ പോലും ഉണ്ടാക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് മറ്റുള്ളവരെക്കുറിച്ച് നമുക്കൊന്നും അറിയാതിരിക്കെ നമ്മുടെ ഉദ്ദേശപ്രകാരം എന്തെങ്കിലും അഭിപ്രായം പറയാതിരിക്കുന്നത് പ്രധാനമാണ് എന്നത് അറിഞ്ഞിരിക്കണം. ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് കാർ ഓടിക്കാനാവുമെന്ന് കരുതുന്നു. ഞാനിന്ന് അതിനെക്കുറിച്ച് പറയാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമാണോ? മറ്റുള്ളവരെ സഹായിക്കാം. ഓക്കെ. നിങ്ങൾക്ക് ടി വി ഓഫ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യരുത്. കാരണം ഇത് നിങ്ങൾ കേൾക്കേണ്ട ഒന്നാണ്. അങ്ങനെ ആ സംഭവത്തിന് ശേഷം 3 ആഴ്ച കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. ഡേവിനോട് അതിനെക്കുറിച്ച് പറഞ്ഞു. എനിക്കെന്തോ പ്രശ്നമുണ്ട്, അതെന്താണെന്നറിയില്ല. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ പ്രസംഗത്തിൽ ഒരു അഭിഷേകവും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിനക്കങ്ങനെ പറയാനാവില്ല, കാരണം നീ നന്നായി പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഓഫീസിൽ പോയിരിക്കാൻ പോകുന്നു. ദൈവത്തിൽ നിന്ന് ഉത്തരം കിട്ടുന്നത് വരെ ഞാൻ കിടന്നുറങ്ങാൻ പോകുന്നില്ല. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി. ഡേവ് കിടക്കാനും പോയി. ഞാൻ ദൈവത്തിൽ നിന്ന് ഉത്തരത്തിനായി ശ്രമിച്ചു. ഒന്നും കിട്ടിയില്ല. അടുത്ത ദിവസം രാവിലെ ഡേവ് എന്നോട് പറഞ്ഞു, നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാമെന്ന് തോന്നുന്നു. ഉടനെ ഞാൻ ചോദിച്ചു, അതെയോ, എൻ്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ശരി, നിങ്ങളുടെ കാര്യമോ? നിങ്ങൾ ധാരാളം തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൽ നിന്ന് ഉത്തരത്തിനായി പ്രതീക്ഷിച്ചു, ഡേവ് പറഞ്ഞിട്ട് കേൾക്കാനല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായി? ദൈവം എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ആ സംഭവത്തിൽ നടന്ന സത്യം. അതുകൊണ്ട് എന്താണ് എൻ്റെ തെറ്റെന്ന് എന്നോട് പറഞ്ഞില്ല. ദൈവം ഡേവിനോട് പറഞ്ഞു,
കാരണം തെറ്റ് തിരുത്താനായി എനിക്ക് ഇനിയും താഴ്ന്നു കൊടുക്കേണ്ടതായി വന്നു. ദൈവം എന്നോട് സംസാരിച്ചു. എൻ്റെ പ്രശ്നം എന്താണ് എന്നെനിക്ക് മനസ്സിലായി. അതെനിക്കും ദൈവത്തിനുമിടയിലുള്ള പ്രശ്നമാണ്. ദേവിനോട് അതിനെക്കുറിച്ച് പറയില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ ദൈവം എന്നോട് അതിനെക്കുറിച്ച് പറയാതെ ദേവിനോട് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഞാൻ ചോദിച്ചു, എന്താണ് എൻ്റെ പ്രശ്നം? ദേവ് പറഞ്ഞു, ചില ആഴ്ചകൾക്ക് മുൻപ് ഇന്ന ദേവാലയത്തിൽ നിന്ന് വരുമ്പോൾ അവിടുത്തെ പുരോഹിതൻ്റെ പ്രസംഗത്തെപ്പറ്റി നീ പറഞ്ഞില്ലേ, വളഞ്ഞ് മൂക്ക് പിടിക്കുന്നു, വ്യക്തമായിട്ടൊന്നും പറയുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതാണ് നിന്റെ പ്രശ്നമെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നീ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളും എന്നോട് അനുകൂലിച്ചതല്ലേ. അതിൽ ദേവ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? എനിക്കൊരു പ്രശ്നവുമില്ലല്ലോ. അപ്പോൾ ദേവ് എന്താണ് ചെയ്തതെന്നോ, യേശു തറയിൽ വിരൽ കൊണ്ട് എഴുതിയതുപോലെ തറയിൽ വിരൽ കൊണ്ട് എഴുതി. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നോക്ക് ജോയ്സ്, ദൈവം എന്നോട് പറഞ്ഞതാണ്, ഞാൻ നിന്നോട് പറഞ്ഞത്. ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. എന്നിട്ട് അദ്ദേഹം മുറിയിൽ നിന്ന് പോയി. ഞാൻ അവിടെ പരീശന്മാരെ പോലെ നിന്ന് ആരാണ് ആദ്യം കല്ലെറിയാൻ പോകുന്നത്? ദേവ് എന്നോട് തർക്കിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ആ നിമിഷത്തിൻ്റെ ഭാരം എനിക്ക് നഷ്ടമാകുമായിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് ഇതാണ്, നമ്മൾ കൂടുതൽ സംസാരിക്കുന്നു, ദൈവത്തെ നാം പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. എല്ലാവരുടെയും തെറ്റെന്താണെന്ന് പറഞ്ഞ് നാം അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. നമ്മെ സ്വാധീനിക്കാൻ ദൈവത്തെ അനുവദിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അതെ, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളെ നേരെയാക്കാൻ സഹായിക്കും. എനിക്കൊരു സ്ത്രീ എപ്പോഴും എഴുതുമായിരുന്നു, എനിക്ക് ഭർത്താവിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒന്നിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാനാവുന്നില്ല, എന്താണ് എൻ്റെ പ്രശ്നം, എന്താണ് പ്രശ്നം? ഒരുപക്ഷെ നിങ്ങൾ കൂടുതൽ സമയവും സംസാരിക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. ഇവിടെയുള്ള പുരുഷന്മാരെന്നോട് നന്ദി പറയും. ചിലപ്പോൾ പുരുഷന്മാരായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. സ്ത്രീകൾ മാത്രമല്ല ഉത്തരവാദികൾ. അതെ, ശരിയാണ് സ്ത്രീകളെ, കൈയടിക്കൂ, കൈയടിക്കൂ. ശരി, അങ്ങനെ ദേവ് പോയി. എന്നെ കൈകാര്യം ചെയ്യാൻ ദൈവമല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഓഫീസ് റൂമിൽ ചെന്നിരുന്നു. എന്നിട്ട് എന്നെ സഹായിക്കാൻ പറ്റിയ എന്തെങ്കിലും ബൈബിളിൽ നിന്ന് കിട്ടുമോ എന്ന് ഞാൻ തിരിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ശവപ്പെട്ടിക്കകത്തായി കഴിഞ്ഞിരുന്നു. ഇതാ മൂടാനുള്ള ആണികൾ. യാക്കോബ് 3:1. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആവരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. അതുകൊണ്ട് ദേവിനെ ദൈവം കൈകാര്യം ചെയ്യേണ്ടതില്ല. കാരണം ദേവ് എൻ്റെ കൂടെ അന്ന് യോജിച്ചിരുന്നെങ്കിലും അദ്ദേഹമല്ല ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഉപദേശിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ന്യായവിസ്താരം വളരെ ആപത്താണ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് മറ്റുള്ളവരെ ന്യായം വിധിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ളവരുടെ ജോലി ചെയ്യുന്നവരെ, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള അതേ വരം പ്രയോജനപ്പെടുത്തുന്നവരെ. കാരണം ഞാനത് പറയാതെ തന്നെ പറഞ്ഞു കാട്ടുകയായിരുന്നു, അദ്ദേഹം എന്നെപ്പോലെ നല്ല പ്രാസംഗികനല്ലെന്ന്. ഞാൻ ഇതുവരെ ടാർഗറ്റിൽ നിന്ന് മാറിയിട്ടില്ല കേട്ടോ. എന്നാൽ ഒരിക്കൽ പെൻസിൽവാനിയയിലെ ഹെർഷിയിൽ 2 ആഴ്ച മുൻപ് എൻ്റെ അനുഭവം പറയുമ്പോൾ ഇടയ്ക്ക് നിർത്തി ഞാൻ എന്താണ് പറയുന്നതെന്ന് ജനങ്ങളോട് ചോദിക്കേണ്ടി വന്നു. അതിനാൽ ഞാനും പലപ്പോഴും ട്രാക്കിൽ നിന്ന് മാറാറുണ്ട്. എന്നാൽ എവിടെ മാറിയാലും വീണ്ടും ട്രാക്കിലേക്ക് തിരിച്ചു വന്ന് വിഷയം അവസാനിപ്പിക്കാൻ എനിക്കറിയാം. പക്ഷേ ദൈവം എന്നോട് പറയാൻ ശ്രമിച്ച സംഗതി ഇതാണ്: ഞാൻ നിന്നെ ഉപയോഗിക്കണമെങ്കിൽ, ജനങ്ങളോട് എൻ്റെ വചനം സംസാരിക്കാനുള്ള അഭിഷേകം വേണമെങ്കിൽ, മറ്റൊരു പുരോഹിതനെ നീ വിമർശിക്കരുത്. നമ്മൾ ആരെയും ന്യായം വിധിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ അതേ പ്രവൃത്തി ചെയ്യുന്ന മറ്റൊരാളെ നിങ്ങൾ ഒരിക്കലും ന്യായം വിധിക്കുകയോ വിമർശിക്കുകയോ ചെയ്യരുത്. സ്നേഹത്തിൽ നടക്കാൻ പഠിപ്പിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു.
അപ്പോസ്തലനായ പൗൽ ദേവാലയത്തിനായി പ്രാർത്ഥിച്ചു പറഞ്ഞു, നിങ്ങൾ സ്നേഹം നിറഞ്ഞവരായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതായത് ഓരോ അടി വെച്ച് അത് വളർന്നുകൊണ്ടേയിരിക്കണം. ജനങ്ങളോട് നേരായി പെരുമാറണം. മറ്റുള്ളവർ തന്നോട് പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ സത്യത്തിൽ സ്നേഹമാണ് നമുക്ക് ആത്മീക യുദ്ധം നടത്താനുള്ള ഏറ്റവും ഉയർന്ന മാർഗം. അതിനാൽ ശത്രുവിൻ്റെ മേൽ ശക്തിയോടെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതത്തെ നയിക്കട്ടെ. അങ്ങനെ ചെയ്യാനുള്ള വഴികളിലൊന്ന് കൂടുതൽ സ്നേഹത്തോടെ നടക്കുകയാണ്. ഒരു നല്ല ശക്തമായ സ്നേഹമുള്ള നടത്തത്തിൽ നമ്മൾ ഉന്നം വെക്കേണ്ടതാണ്. ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് ബന്ധപ്പെടുക joycemeyer.org. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക. ജോയ്സ് മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്.